ഹായ് ചാപ്റ്റർ 3 തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൻ്റെ യൂണിറ്റ് 1 തിയറി ഓഫ് പ്രൊഡക്ഷനിലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഫോർത്ത് ഫാക്ടറായ എൻട്രപ്രണറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് മുമ്പുള്ള പോർഷൻ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കാത്തവർ അതൊന്ന് നോക്കുക. അപ്പോൾ നമ്മൾ പോർഷനിലേക്ക് കിടക്കാം. Having explained the three factors, namely land, labor and capital, we now turn to the description of the fourth factor of the production, namely the entrepreneur. It is not enough to say that production is a function of land, capital and labor. There must be some factor which mobilize these factors, combines them in the right proportion, initiate the process of production, bear the risk involved in it. This factor is known as entrepreneur, also known as organizer, manager, risk taker. നമ്മൾ ഇതുവരെ ലാൻഡ്, ലേബർ, അതേപോലെ ക്യാപിറ്റൽ, ഈ 3 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് നമ്മൾ നോക്കിയത്. ഫോർത്ത് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനാണ് എൻട്രപ്രണർ. സോ ഈ 3 ഫാക്ടേഴ്സും കമ്പൈൻ ചെയ്ത് റൈറ്റ് പ്രൊപ്പോർഷനിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ് എൻട്രപ്രണർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ ഓൾറെഡി നോക്കിയ 3 ഫാക്ടേഴ്സിനെയും പ്രോപ്പറായിട്ട് കമ്പൈൻ ചെയ്ത് അത് റൈറ്റ് പ്രൊപ്പോർഷനിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. വൈൽ ദ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഇൻവോൾവ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് ഓഫ് റൊട്ടീൻ ആൻഡ് നോൺ റൊട്ടീൻ ടൈപ്സ്. ഓർഗനൈസേഷനും മാനേജ്മെൻറ്റും മെയിൻലി ഡിസിഷൻ മേക്കിങ്ങിലാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. എൻട്രപ്രണർ എന്താ ചെയ്യുന്നത്? ദ ടാസ്ക് ഓഫ് ദ എൻട്രപ്രണർ ഇസ് ടു ഇനിഷ്യേറ്റ് ദ പ്രൊഡക്ഷൻ വർക്ക്, ബെയർ ദ റിസ്ക് ഇൻവോൾവ് ഇൻ ഇറ്റ്. മെയിൻലി എൻട്രപ്രണർ പ്രൊഡക്ഷൻ വർക്കിനെ പ്രോപ്പറായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നു. അടുത്ത് പറയുന്നതാണ് ഫങ്ഷൻസ് ഓഫ് ആൻ എൻട്രപ്രണർ. ഇൻ ജനറൽ ആൻ എൻട്രപ്രണർ പെർഫോം ദ ഫോളോയിങ് ഫങ്ഷൻ. അപ്പം നമ്മൾ എൻട്രപ്രണറിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ നോക്കാം. Initiating the business enterprise and resource coordination. An entrepreneur senses the business opportunity, conceive project ideas, decide on the scale of operation, products and processes, and builds up, own and manages his enterprise. The first and the foremost function of an entrepreneur is to initiate the business enterprise. ഒരു എൻട്രപ്രണറിൻ്റെ ഏറ്റവും ഫോർമോസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് ഇനിഷ്യേറ്റ് ദ ബിസിനസ് എൻ്റർപ്രൈസ്. ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ്. An entrepreneur perceive opportunity, organize resources needed for exploiting that opportunity and exploits it. ഇതിൽ പറയുന്നത് ഒരു എൻട്രപ്രണർ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, ആ ഓപ്പർച്യൂണിറ്റീനെ അച്ചീവ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നു. ഹി അണ്ടർടേക്സ് ദ ഡൈനാമിക് പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ബ്രിങ്ങിങ് അബൌട്ട് കോഓർഡിനേഷൻ എമംഗ് ദം. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞായിരുന്നു എൻട്രപ്രണർ ബാക്കിയുള്ള 3 ഫാക്ടേഴ്സ് ലാൻഡ്, ലേബർ, അതേപോലെ ക്യാപിറ്റലിനെ റൈറ്റ് പ്രൊപ്പോർഷനിൽ കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഇനിഷ്യേറ്റ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് യൂസിങ് ദീസ് എക്കണോമിക് റിസോഴ്സസ് ടു സെക്യൂർ. എന്തിനു വേണ്ടിയാ? സെക്യൂർ ഹൈ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഗ്രേറ്റർ yield. An entrepreneur hires the services of various factors of production and pay them a fixed contractual reward. ഈ 3 ഫാക്ടേഴ്സിനും അതിൻ്റേതായ കോൺട്രാക്ച്വൽ റിവാർഡ്സ് അല്ലെങ്കിൽ എന്താണ് ഒരു പേയ്മെൻറ്റ് അവിടെ ചെയ്യുന്നു. ലേബർ ഈസ് ഹയർഡ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ഓഫ് വേജസ്. ലേബറിന് വേജസ് പ്രൊവൈഡ് ചെയ്യുന്നു. ലാൻഡ് അല്ലെങ്കിൽ ഫാക്ടറി ബിൽഡിങ്ങിനോ ഫിക്സ്ഡ് റെൻറ്റ് ഫോർ ഇറ്റ്സ് യൂസ് ആൻഡ് ക്യാപിറ്റൽ അറ്റ് എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ക്യാപിറ്റലിന് ഇൻട്രസ്റ്റും അതേപോലെ ലേബറിന് വേജസ്, ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിങ്ങിന് എന്ത് ചെയ്യുന്നു? ഒരു ഫിക്സ്ഡ് റെൻറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ദ സർപ്ലസ് ഇഫ് എനി ആഫ്റ്റർ പേയിങ് ഫോർ ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹയർഡ് ബൈ ഹിം അക്രൂസ് ടു ദ എൻട്രപ്രണർ ആസ് ഹിസ് റിവാർഡ് ഫോർ ഹിസ് എഫേർട്സ് ആൻഡ് റിസ്ക് ടേക്കിംഗ്. ദ റിവാർഡ് ഈസ് നോൺ ആസ് പ്രോഫിറ്റ്. ഈ എല്ലാ പേയ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സർപ്ലസിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ പ്രോഫിറ്റ് ആർക്കുള്ളതാ? ഈ പ്രോഫിറ്റാണ് എൻട്രപ്രണറിനുള്ളത്. പ്രോഫിറ്റ് ഈസ് നോട്ട് സർട്ടൈൻ ഓർ ഫിക്സ്ഡ്. ഈ പ്രോഫിറ്റ് എന്താണ്? ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളതല്ല, അത് ഇയർലി ബേസിസിൽ ചേഞ്ച് ചെയ്യും. ഹി മേ ഏൺ പ്രോഫിറ്റ് ഓർ ലോസസ്. അതർ ഫാക്ടർ ഗെറ്റ് ദ പേയ്മെൻറ്റ് എഗ്രീഡ് അപ്പോൺ ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദ എൻട്രപ്രണർ മേക്ക് പ്രോഫിറ്റ് ഓർ ലോസസ്. ഒരു എൻട്രപ്രണറിന് പ്രോഫിറ്റ് ഉണ്ടായാലും ലോസ് ഉണ്ടായാലും ബാക്കിയുള്ള ഫാക്ടേഴ്സിന് കൊടുക്കേണ്ട പേയ്മെൻറ്റ് എന്താണ്? എൻട്രപ്രണർ കൊടുക്കുന്നു. അപ്പോൾ അടുത്ത് പറയുന്ന എൻട്രപ്രണറിൻ്റെ ഫംഗ്ഷനാണ് റിസ്ക് ബിയറിംഗ് ഓർ അൺസർട്ടനിറ്റി ബിയറിംഗ്. The ultimate responsibility for the success and survival of business lies with the entrepreneur. So, ഒരു ബിസിനസ്സിൻ്റെ സക്സസ് എൻട്രപ്രണറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. What is planned and anticipated by the entrepreneur may not come true, and the actual course of event may differ from what was anticipated and planned. Entrepreneur പ്ലാൻ ചെയ്തതുപോലെ മാത്രമല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈവൻസും അവിടെ ഒക്യൂർ ചെയ്യും. അതിൻ്റെ റീസൺ എന്താണ്? The economy is dynamic and changes occur every day. The demand for commodity, cost structure, fashion, taste of people, government policy regarding taxation, credit, interest rate, etc. may change. All these changes bring about change in the
കോസ്റ്റ് ആൻഡ് ഡിമാൻഡ് കണ്ടീഷൻ ഓഫ് എ ബിസിനസ് ഫേം. എക്കണോമി നമ്മൾ ഡൈനാമിക് ആണെന്ന് പറഞ്ഞിരുന്നു. ചേഞ്ച് ഇൻ ടേസ്റ്റ്, പ്രിഫറൻസ്, ഫാഷൻ, കോസ്റ്റ് സ്ട്രക്ചർ, ഇതിലുണ്ടാകുന്ന ചേഞ്ച് എല്ലാം ഒരു എൻ്റർപ്രൈസിൻ്റെ കോസ്റ്റിലും അതേപോലെ തന്നെ ഡിമാൻഡ് കണ്ടീഷനിലും ചേഞ്ച് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവിടെ ചേഞ്ച് സംഭവിക്കുന്നു. ഇത് കാരണം ഇറ്റ് മേ ഹാപ്പൻ ദാറ്റ് ആസ് എ റിസൾട്ട് ഓഫ് സർട്ടൈൻ ബ്രോഡ് ചേഞ്ചസ് വിച്ച് വെർ നോട്ട് ആൻറ്റിസിപ്പേറ്റഡ് ബൈ ദ എൻ്റർപ്രണർ ദ ഫേം ഹാസ് ടു ഇൻക്യൂർ ലോസ്. ഒരു എൻ്റർപ്രണർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്ത രീതിയിലുണ്ടാകുന്ന ഇങ്ങനെ ബ്രോഡ് ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അത് ഫേമിന് എന്താണ് ഒരു ലോസ് ഉണ്ടാക്കാൻ കാരണമാകുന്നു. ദസ് ദ എൻ്റർപ്രണർ ഹാസ് ടു ബെയർ ദീസ് ഫിനാൻഷ്യൽ റിസ്ക്. സോ എൻ്റർപ്രണർ എന്ത് ചെയ്യണം? ഈ റിസ്ക് ഏറ്റെടുക്കണം. Apart from the financial risk, entrepreneur has also to face ടെക്നോളജിക്കൽ റിസ്ക്. സോ ഈ ടെക്നോളജിക്കൽ റിസ്ക് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു എക്സിസ്റ്റിംഗ് ടെക്നോളജി എന്താണ് അല്ലെങ്കിൽ ഒബ്സൊലീറ്റ് ആവുന്ന സിറ്റുവേഷൻ, അതാണ് ഇതിൽ മെയിൻലി പറയുന്നത്. ഫിനാൻഷ്യൽ റിസ്കോടൊപ്പം തന്നെ ടെക്നോളജിക്കൽ റിസ്ക്കും അവിടെ സംഭവിക്കും. ഫ്രാങ്ക് നൈറ്റ് ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് പ്രോഫിറ്റ് ഇസ് ദ റിവാർഡ് ഫോർ ബിയറിംഗ് അൺസർട്ടനിറ്റീസ്. സോ അൺസർട്ടനിറ്റീസ് അതേപോലെ റിസ്ക് ഒക്കെ ഏറ്റെടുക്കുന്നതിൻ്റെ റിവാർഡായിട്ടാണ് ഇവിടെ പ്രോഫിറ്റ് പറയുന്നത്. ഫ്രാങ്ക് നൈറ്റ്, ഈ പേര് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദ എൻ്റർപ്രണർ നീഡ് നോട്ട് ബിയർ ദ ഫോർസിയബിൾ റിസ്ക് സച്ച് ആസ് ഫയർ തെഫ്റ്റ് എക്സെട്ര. സോ ഇവിടെ പറയുന്നത് ഈ ഫയർ തെഫ്റ്റ് ഇങ്ങനെ റിസ്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇൻഷുർ ചെയ്യാം. അതാണ് ഇതിൽ മെയിൻ പോയിന്റ് ആയിട്ട് പറയുന്നത്. അൺസർട്ടനിറ്റീസ് ആർ ഡിഫറെൻറ്റ് ഫ്രം റിസ്ക് ഇൻ ദ സെൻസ് ദാറ്റ് ദീസ് കനോട്ട് ഇൻഷുർഡ് അഗെയിൻസ്റ്റ്. അൺസർട്ടനിറ്റീസിന് നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. ഫയർ തെഫ്റ്റ് ഇതൊക്കെ നമ്മൾ എന്താണ് ഇൻഷുർ ചെയ്യാൻ പറ്റും, പക്ഷേ അൺസർട്ടനിറ്റീസിനെ നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ദെയർഫോർ ദ എൻ്റർപ്രണർ ഹാസ് ടു ബിയർ ദം. ഫോർ എക്സാമ്പിൾ, ജെന്യൂൻ ബിസിനസ് അൺസർട്ടനിറ്റീസ് സച്ച് ആസ് ചേഞ്ച് ഇൻ ദ ടേസ്റ്റ്, emergence of competition cannot foreseen or insured against. സോ ചേഞ്ച് ഇൻ ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് ഇതൊക്കെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് അത് പ്രോപ്പറായിട്ട് ഇൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. റിസ്ക് ബിയറിംഗ് കനോട്ട് ബി ഡെലഗേറ്റഡ് ടു എനിവൺ. ദെയർഫോർ റിസ്ക് ബിയറിംഗ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ആൻ എൻ്റർപ്രൈസ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആയിട്ടാണ് ഇവിടെ റിസ്ക് ബിയറിംഗിനെ പറയുന്നത്. അതിൻ്റെ റീസൺ എന്താണ്? എൻ്റർപ്രണർ മാത്രമാണ് റിസ്കിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് വേറെ പേഴ്സൺ എന്താണ് വേറെ പേഴ്സൺസിന് ഡെലഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വേറെ പേഴ്സൺ ഇതിന് റെസ്പോൺസിബിൾ ആവത്തില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് പറയുന്ന ഫംഗ്ഷനാണ് ഇന്നോവേഷൻ. അക്കോർഡിംഗ് ടു ഷംപീറ്റർ, ദ ട്രൂ ഫംഗ്ഷൻ ഓഫ് ആൻ എൻ്റർപ്രണർ ഇസ് ടു ഇൻട്രൊഡ്യൂസ് ഇന്നോവേഷൻ. സോ ഇതിൽ ഈ പേരും അതേപോലെ ഇന്നോവേഷൻ ഇത് നോട്ട് ചെയ്ത് വെക്കുക. എൻ്റർപ്രണറിൻ്റെ മെയിൻലി ഒരു ട്രൂ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇന്നോവേഷൻ റെഫേഴ്സ് ടു commercial application of a new ideas or invention to better fulfillment of business requirements. Innovation in a very broad sense includes the introduction of new or improved products, devices and production processes, utilization of new or improved source of raw material, adoption of new or improved technology, novel business models, extending sales to unexplored markets, etc. According to Schumpeter, the task of the entrepreneur is to continuously introduce new innovation. These innovation may bring in greater efficiency and competitiveness in the business and bring profits to the innovator. അപ്പോൾ ഇതിൽ പറയുന്നത് ഇന്നോവേഷൻസിനെ കുറിച്ചാണ്. ഇന്നോവേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് ന്യൂ ഐഡിയ അല്ലെങ്കിൽ ഇൻവെൻഷൻ. സോ നമ്മൾ പുതിയ ഐഡിയ അല്ലെങ്കിൽ ഇൻവെൻഷൻ ഇങ്ങനെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വഴി അത് ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, അതേപോലെ അതിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ്സും ഇൻക്രീസ് ചെയ്യും. സോ ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? അത് ഇന്നോവേറ്ററിന് പ്രോഫിറ്റ്സ് അവിടെ എന്താണ് ജനറേറ്റ് ചെയ്യും. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. എ സക്സസ്ഫുൾ ഇന്നോവേഷൻ വിൽ ബി ഇമിറ്റേറ്റഡ് ബൈ അതേഴ്സ് in due course of time. Therefore, an innovation may be yield profit for the entrepreneur for a short time. Innovation successful ആണെങ്കിൽ എന്താണ്? അത് എല്ലാവരും എന്ത് ചെയ്തു? ഇമിറ്റേറ്റ് ചെയ്യും. സോ അതിലിരുന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണ്? ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ബട്ട് വെൻ ഇറ്റ് വൈഡ്ലി അഡോപ്റ്റഡ്, എല്ലാവരും അഡോപ്റ്റ് ചെയ്യുമ്പോഴോ പ്രോഫിറ്റ് ടെൻഡ് ടു ഡിസപ്പിയർ. ബട്ട് ഇന്നോവേഷൻ ഇൻവോൾവ് റിസ്ക് ആൻഡ് only a few individuals in the society are capable of introducing new innovation. ഇന്നോവേഷൻ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകും, പക്ഷേ ഇന്നോവേഷൻസിൽ എന്താണ്? ഇന്നോവേഷനിൽ റിസ്ക്കും ഉണ്ടാകും. Only few individuals in the society are capable of introducing innovation. The greater the innovating ability, the greater the supply of entrepreneur and the greater will be the rate of technological progress. ഒരു സക്സസ്ഫുൾ ഇന്നോവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി അത് ബാക്കിയുള്ള എൻ്റർപ്രണറിനെ എന്ത് ചെയ്യുന്നു? എൻകറേജ് ചെയ്യുന്നു. സോ അത് എൻ്റർപ്രണർ ആകാനായിട്ട് അത് ഒരു എൻകറേജ്മെൻ്റ് ആകുന്നു. ലേറ്റർ വിൽ ബി ദ റേറ്റ് ഓഫ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ടെക്നോളജിക്കൽ പ്രോഗ്രസ്സും അത് ഇംപ്രൂവ് ചെയ്യുന്നു. അപ്പം മെയിൻലി 3 ഫംഗ്ഷൻസ് ആണ് എൻ്റർപ്രണറിനുള്ളത്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ഇനിഷ്യേറ്റിംഗ് ബിസിനസ് എൻ്റർപ്രൈസ് റിസോഴ്സ് കോർഡിനേഷൻ. പ്രോപ്പറായിട്ട് 3 ഫാക്ടേഴ്സിനെയും കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുക? നമുക്ക് റിസോഴ്സ് കോർഡിനേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുക. അതുവഴി
പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. പിന്നെ റിസ്ക് ബിയറിംഗ് ആൻഡ് അൺസർട്ടനിറ്റി ബിയറിംഗ്, നമുക്കവിടെ ഒരു ബിസിനസ്സിലാണെങ്കിൽ റിസ്ക് ഉണ്ടായിരിക്കും, അത് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അതേപോലെ ഫ്രാങ്ക്നൈറ്റ്, ഈ പേര് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് നമ്മൾ നോക്കിയതാണ് ഇന്നോവേഷൻ. പുതിയ ഇന്നോവേഷൻ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, അതേപോലെ ബിസിനസ്സിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ്സും ഇൻക്രീസ് ചെയ്യും. അത് ബാക്കിയുള്ള എൻ്റർപ്രണറിനെ എൻകറേജ് ചെയ്യും. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പോർഷനിലേക്ക് പോകാം. അടുത്ത് പറയുന്ന പോർഷനാണ് എൻ്റർപ്രൈസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് കൺസ്ട്രെയിൻസ്. The standard assumption about the enterprise is that its business activity is carried out with the sole objective of earning profit. ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് എന്താണ്? earning profit. However, in real world, enterprise do not make decision based on profit maximization objective alone. അതായത് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് ആണെങ്കിലും പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമല്ല അതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സിൻസ് ആൻ എൻ്റർപ്രൈസ് ഫങ്ഷൻ ഇൻ ദ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെൻറ്റ്. ഒരു എൻ്റർപ്രൈസ് എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ അതേപോലെ കൾച്ചറൽ എൻവയോൺമെൻറ്റിൽ എന്ത് ചെയ്യുന്നു? ഫങ്ഷൻ ചെയ്യുന്നു. Its objective will have to be set up in relation to its survival and growth in such environment. So ഇതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ഈ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ അതേപോലെ കൾച്ചറൽ എൻവയോൺമെൻറ്റിൽ സർവൈവ് ചെയ്യുക, അതേപോലെ ആ എൻവയോൺമെൻറ്റിൽ ഗ്രോ ചെയ്യുക, അതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. Thus, the objective of enterprise may be broadly categorized under the following head. ഒരു എൻ്റർപ്രൈസിൻ്റെ ഒബ്ജക്റ്റീവ് മെയിൻലി ഈ താഴെ പറയുന്ന 5 ഹെഡിലാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ഇതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഓർഗാനിക് ഒബ്ജക്റ്റീവ്, എക്കണോമിക് ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്, ഹ്യൂമൻ ഒബ്ജക്റ്റീവ്, നാഷണൽ ഒബ്ജക്റ്റീവ്. സോ ഈ ഓരോ ഒബ്ജക്റ്റീവിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്ന ഒബ്ജക്റ്റീവാണ് ഓർഗാനിക് ഒബ്ജക്റ്റീവ്. The basic minimum objective of all kind of enterprise is to survive or to stay alive. ഒരു എൻ്റർപ്രൈസിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്താണ്? സർവൈവ് ചെയ്യുക എന്നതാണ്. An enterprise can survive only if it is able to produce and distribute product or services at a price which enable to cover its cost. അതായത് ഒരു എൻ്റർപ്രൈസ് എപ്പോഴാണ് സർവൈവ് ചെയ്യുന്നത്? അത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടായ കോസ്റ്റ് എങ്കിലും റിക്കവർ ചെയ്യുമ്പോഴാണ്. ഇഫ് ആൻ എൻ്റർപ്രൈസ് ഡസ് നോട്ട് റിക്കവർ ഇറ്റ്സ് കോസ്റ്റ് ഓഫ് സ്റ്റേയിങ് ഇൻ ബിസിനസ്, ഇറ്റ് വിൽ നോട്ട് ബി ഇൻ എ പൊസിഷൻ ടു മീറ്റ് ഇറ്റ് ഒബ്ലിഗേഷൻ ടു ദ ക്രെഡിറ്റർ, സപ്ലയർ ആൻഡ് എംപ്ലോയി, with the result that will be forced into bankruptcy. സോ ഇത് നമുക്കറിയാം, ഇങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ എന്താണ്? ഒബ്ലിഗേഷൻസ് ഉണ്ടാകും, ആ എൻ്റർപ്രൈസ് എന്താണ്? ലയബിൾ ആകും. Therefore, survival of an enterprise is essential for the continuance of its business activity. So, survival of an enterprise എന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. വൺസ് ദ എൻ്റർപ്രൈസ് ഈസ് അഷ്വേർഡ് ഓഫ് ഇറ്റ്സ് സർവൈവൽ, വൺസ് ഒരു ബിസിനസ് എന്താണ്? ഒരു എൻ്റർപ്രൈസ് സർവൈവ് ചെയ്യുമെന്ന് കൺഫേം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അഷ്വറൻസ് കിട്ടുവാണെങ്കിൽ ഇറ്റ് വിൽ എയിം അറ്റ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. അതിൻ്റെ അടുത്ത എയിമാണ് ഗ്രോത്ത് അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഗ്രോത്ത് ആസ് ആൻ ഒബ്ജക്റ്റീവ് ഹാസ് അസ്യൂം ദ ഇമ്പോർട്ടൻസ് വിത്ത് ദ റൈസ് ഓഫ് പ്രൊഫഷണൽ മാനേജേഴ്സ്. R.L. Marris theory. So, the പേര് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓഫ് ദ ഫേം അസ്യൂം ദാറ്റ് ദ ഗോൾ ദാറ്റ് മാനേജേഴ്സ് ഓഫ് ദ കോർപ്പറേറ്റ് ഫേം set for themselves is to maximize firm's balanced growth rate subject to the managerial and financial constraints. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? ഫേം ബാലൻസ്ഡ് ഗ്രോത്ത് റേറ്റ്. ഒരു ഫേമിൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യുക. ഇൻ കോർപ്പറേറ്റ് ഫേം ദ സ്ട്രക്ചറൽ ഡിവിഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് yield opportunity for the manager to set goals which may not conform to the utility function of the owner shareholders. It is pointed out that the ability or success of the manager is judged by their performance in promoting the growth or expansion of the firm, and rewards obtained by them are reflecting of their success is achieving growth of the firm managed by them, while owners wants to maximize their utility function which relate to profit, capital market share and public reputation. The managers want to maximize their utility function which includes variables such as salary, power, status and job securities. സോ ഇതിൽ മെയിൻലി മാനേജേഴ്സും അതേപോലെ ഓണേഴ്സ് തമ്മിലുള്ള ഗോളിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു? അവരുടെ ഗോളായ ഗ്രോത്ത്, സാലറി, പവർ, ജോബ് സെക്യൂരിറ്റി ഇതിലൊക്കെ അവരെന്ത് ചെയ്യുന്നു? കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പക്ഷേ ഓണേഴ്സിൻ്റെ എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? ഓണേഴ്സ് അവരുടെ പ്രോഫിറ്റിനെയും മാർക്കറ്റ് ഷെയർ അതേപോലെ പബ്ലിക് റെപ്യൂട്ടേഷൻ നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ഇതിലൊക്കെ അവരെന്ത് ചെയ്യുന്നു? കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നത്.
Although there is a divergence and some degree of conflict between these utility functions. So ഇവിടെ എന്താണ് ഒരു കോൺഫ്ലിക്റ്റിന് കാരണമാകുന്നു. Maris argued that most of the variables incorporated in both of them are positively related to the size of the firm. Therefore, two utility functions converge into a single variable, namely സ്റ്റഡി ഗ്രോത്ത് ഇൻ ദ സൈസ് ഓഫ് ദ ഫേം. മാനേജേഴ്സിൻ്റെയും ഓണേഴ്സിൻ്റെയും ഗോളിനെ കമ്പൈൻ ചെയ്ത് പറയുന്ന ഗോളാണ് സ്റ്റഡി ഗ്രോത്ത് ഇൻ ദ സൈസ് ഓഫ് ദ ഫേം. മാനേജേഴ്സ് ഡു നോട്ട് എയിംഡ് അറ്റ് ഒപ്റ്റിമൈസിങ് പ്രോഫിറ്റ്, rather they aim at optimization of balanced rate of growth of the firm, which involve optimization rate of increase in the demand for the commodities of the firm, the rate of increase of the capital supply. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ മാനേജേഴ്സ് അവരുടെ പ്രയോറിറ്റീനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഓണേഴ്സ് ആണെങ്കിൽ അവരുടെ പ്രയോറിറ്റീനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് പറയുന്ന ഒരു ഗോളാണ് സ്റ്റഡി ഗ്രോത്ത് ഇൻ ദ സൈസ് ഓഫ് ദ ഫേം. അതായത് ഒരു ഫേമിൻ്റെ ഗ്രോത്തിൽ ഇവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. മാനേജേഴ്സ് ഡു നോട്ട് എയിംഡ് അറ്റ് ഒപ്റ്റിമൈസിങ് പ്രോഫിറ്റ്. മാനേജേഴ്സ് എന്ത് ചെയ്യുന്നില്ല, പ്രോഫിറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. റാദർ ദേ എയിം അറ്റ് ഒപ്റ്റിമൈസേഷൻ ഓഫ് ബാലൻസ്ഡ് റേറ്റ് ഓഫ് ഗ്രോത്ത്. സോ മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു, ബാലൻസ്ഡ് റേറ്റ് ഓഫ് ഗ്രോത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതാണ് ഈ കൺസെപ്റ്റിൽ മെയിനായിട്ട് പറയുന്നത്. നമ്മൾ ബാലൻസ്ഡ് റേറ്റ് ഓഫ് ഗ്രോത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വഴി അത് ഡിമാൻഡിനെ ഇൻക്രീസ് ചെയ്യുന്നു, അതുവഴി എന്താണ് ക്യാപിറ്റൽ സപ്ലൈയും ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ഈ കൺസെപ്റ്റിൽ മെയിനായിട്ട് പറയുന്നത്. അടുത്ത് പറയുന്ന ഒബ്ജക്റ്റീവാണ് എക്കണോമിക് ഒബ്ജക്റ്റീവ്. The profit maximizing behavior of the firm has been the most basic assumption made by the economists. So basic assumption ആയിട്ട് പറയുന്നതാണ് profit maximization. Under this assumption, the firm determines the price and output policy in such a way as to മാക്സിമൈസ് പ്രോഫിറ്റ്സ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് മെയിനായിട്ട് അസംഷൻ ആയിട്ട് പറയുന്നത്. സോ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് അതേപോലെ ഔട്ട്പുട്ട് പോളിസിയൊക്കെ ഇവരെന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്നു. ദ ഇൻവെസ്റ്റർ എക്സ്പെക്ട് ദാറ്റ് their company will earn sufficient profit in order to ensure fair dividends to them and to improve the price of the stock. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു, കമ്പനി പ്രോഫിറ്റ് ഏൺ ചെയ്യുവാണെങ്കിൽ, സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഡിവിഡൻഡ് കിട്ടും. അതുവഴി എന്താണ് അവരുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇംപ്രൂവ് ചെയ്യും. നോട്ട് ഓൺലി ഇൻവെസ്റ്റേഴ്സ് but creditors and employees are also interested in the profitable enterprises. ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല ക്രെഡിറ്റേഴ്സും അതേപോലെ എംപ്ലോയീസും പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റഡ് ആണ്. അതിൻ്റെ റീസൺ നോക്കാം. ക്രെഡിറ്റേഴ്സ് വിൽ ബി റിലക്റ്റന്റ് ടു ലെൻഡ് മണി ടു ആൻ എൻ്റർപ്രൈസ് വിച്ച് ഈസ് നോട്ട് മേക്കിംഗ് പ്രോഫിറ്റ്. ഒരു ഫാമിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് ക്രെഡിറ്റേഴ്സ് അവർക്ക് പൈസ ലെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിലോ പ്രോഫിറ്റ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യില്ല, മണി ലെൻഡ് ചെയ്യാൻ പ്രിഫർ ചെയ്യത്തില്ല. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. സിമിലർലി എനി ഇൻക്രീസ് ഇൻ സാലറീസ്, വേജസ്, പെർക്സിറ്റ് ഓഫ് എംപ്ലോയീസ് ക്യാൻ കം ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. സോ ക്രെഡിറ്റേഴ്സിനെ പോലെ തന്നെ എംപ്ലോയീസിന് എന്താണ്, എംപ്ലോയീസിന് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അവരുടെ സാലറി ഇൻക്രീസ് ചെയ്യും, വേജസ് ഇൻക്രീസ് ചെയ്യും. സോ അങ്ങനത്തെ ബെനിഫിറ്റ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എംപ്ലോയീസും ക്രെഡിറ്റേഴ്സോടൊപ്പം തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കാം. The definition of profit in economics is different from the accountant's definition. So എക്കണോമിക്സിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിൻ്റെ ഡെഫിനിഷനും അക്കൗണ്ടിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിൻ്റെ ഡെഫിനിഷനും ഡിഫറെൻ്റ് ആണ്. Profit in the accounting sense is difference between the total revenue and the total cost of the firm. നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ റവന്യൂവിലിരുന്ന് ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുന്നതാണ്. പക്ഷേ എക്കണോമിക്കിൽ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്, ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ബട്ട് ദ ടോട്ടൽ കോസ്റ്റ് ഹിയർ, ദ കോസ്റ്റ് ഇൻക്ലൂഡ് ബോത്ത് എക്സ്പ്ലിസിറ്റ് ആൻഡ് ദ ഇംപ്ലിസിറ്റ് കോസ്റ്റ്. സോ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അക്കൗണ്ടിങ് പ്രോഫിറ്റ് കൺസിഡർ ഓൺലി എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. അക്കൗണ്ടിങ്ങിലെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. എക്കണോമിക് പ്രോഫിറ്റിലോ എക്സ്പ്ലിസിറ്റും അതേപോലെ തന്നെ ഇംപ്ലിസിറ്റും കൺസിഡർ ചെയ്യും. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, cost of self-owned factors used by the entrepreneur in his own business. Since economic profit include these opportunity cost, അതായത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. എക്കണോമിക് പ്രോഫിറ്റിൽ എക്സ്പ്ലിസിറ്റ് കോസ്റ്റും അതേപോലെ തന്നെ ഇംപ്ലിസിറ്റ് കോസ്റ്റും ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് ജനറലി ലോവർ ദാൻ ദ അക്കൗണ്ടിങ് പ്രോഫിറ്റ്. അക്കൗണ്ടിങ് പ്രോഫിറ്റിനേക്കാളും എക്കണോമിക് പ്രോഫിറ്റ് എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. ഓക്കെ അല്ലേ? സോ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് പറയുന്നതാണ് നോർമൽ പ്രോഫിറ്റ്, സീറോ എക്കണോമിക് പ്രോഫിറ്റ്. സോ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് ഈസ് എ കമ്പോണൻറ്റ് ഓഫ് കോസ്റ്റ്. What a business owner consider as a minimum necessary to continue in the business. Supernormal profit, also called economic profit or abnormal profit, is over and above the normal profit. അതായത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എപ്പോഴും എന്താണ്, നോർമൽ പ്രോഫിറ്റിനേക്കാളും കൂടുതലായിരിക്കും. സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, ഓൾസോ നോൺ ആസ് എക്കണോമിക് പ്രോഫിറ്റ്, അബ്നോർമൽ പ്രോഫിറ്റ്. It is earned when
ടോട്ടൽ റവന്യൂ ഗ്രേറ്റർ ദാൻ ദ ടോട്ടൽ കോസ്റ്റ്. സോ നമുക്കിത് അറിയാവുന്ന കൺസെപ്റ്റാണ്. ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഹാസ് ബീൻ സബ്ജക്റ്റഡ് ടു സിവിയർ ക്രിറ്റിസിസം ഇൻ റീസെൻറ്റ് ഇയേഴ്സ്. Many economists have pointed out that all firms do not aim at maximize the profit. Some firms try to achieve security subject to the reasonable level of profit. So ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്, എല്ലാ ഫേമും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എയിം ചെയ്യുന്നില്ല. ചില ഫേംസ് അവരുടെ സ്റ്റെബിലിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അവിടെ പ്രോഫിറ്റ് ഇല്ല എന്നല്ല, പ്രോഫിറ്റ് റീസണബിൾ പ്രോഫിറ്റ് അവിടെ ഉണ്ട്, പക്ഷേ കൂടുതലായിട്ട് അവർ സ്റ്റെബിലിറ്റി റിസ്ക് മാനേജ്മെൻറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. H.A. Simon argues that firms have satisfying behavior and strive for profit that are satisfactory. സോ ഈ പേര് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്, ബിസിനസ് എപ്പോഴും അതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ എയിം ചെയ്യുന്നില്ല. അവർ മെയിനായിട്ട് എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റഡ് അവർ സാറ്റിസ്ഫാക്ടറി പ്രോഫിറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ സ്റ്റെബിലിറ്റി, റിസ്ക് മാനേജ്മെൻറ്റ്, ഇതൊക്കെ എന്താ അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. അടുത്ത് പറയുന്ന കൺസെപ്റ്റാണ് ബോമോൾസ് തിയറി. സോ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ പേരൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഈസി ആയിരിക്കും. ബോമോൾസ് തിയറിയിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഓഫ് സെയിൽസ് മാക്സിമൈസേഷൻ ഹോൾഡ് ദാറ്റ് sales revenue maximization rather than profit maximization is the ultimate goal of the business firm. In their attempt to maximize sales, business do not completely ignore the cost incurred on the output and profit to be made. Business mainly sales revenue മാക്സിമൈസേഷനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസേഷനേക്കാളും സെയിൽസ് റവന്യൂ മാക്സിമൈസേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. സെയിൽസ് ഗ്രോത്തിൽ അവർ ഫോക്കസ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം അവർ എന്ത് ചെയ്യുന്നു, ഡു നോട്ട് കംപ്ലീറ്റ്ലി ഇഗ്നോർ, അവർ കോസ്റ്റും അതേപോലെ തന്നെ പ്രോഫിറ്റും ഇഗ്നോർ ചെയ്യുന്നില്ല, അതും കൂടെ അവർ കൺസിഡർ ചെയ്യുന്നു. മെയിൻലി സെയിൽസ് റവന്യൂവിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നു. അടുത്ത് പറയുന്നതാണ് എ ബേർലി ആൻഡ് GC മീൻസ് പോയിന്റഡ് ഔട്ട് ദാറ്റ് in large business corporation, management is separated from the ownership and therefore managers enjoy the discretionary powers to set goals of the firm they manage. Large business corporationൽ മാനേജേഴ്സ് ഹാവ് മോർ കൺട്രോൾ, അതേപോലെ തന്നെ എന്താണ് ഫ്ലെക്സിബിലിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ്, അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. മാനേജേഴ്സിന് കൺട്രോൾ ഉണ്ട്, അതേപോലെ തന്നെ അവർക്ക് ഡിസിഷൻ മേക്കിംഗിൽ ഒരു ഫ്ലെക്സിബിലിറ്റി അവിടെ ഉണ്ട്, അതാണ് ഇതിൽ പറയുന്നത്. അടുത്ത് പറയുന്ന കൺസെപ്റ്റാണ് വില്യംസൺസ് മോഡൽ ഓഫ് മാക്സിമൈസേഷൻ ഓഫ് മാനേജീരിയൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ managerial theory of firm behavior. The owners, shareholders of joint stock companies prefer profit maximization, but managers maximize their own utility function subject to the minimum profit rather than the maximizing profit. അപ്പോൾ ഈ കൺസെപ്റ്റിൽ മെയിനായിട്ട് പറയുന്നത് മാനേജേഴ്സ് നമ്മൾ ഫസ്റ്റ് നോക്കിയ പോലെ തന്നെ അവരുടെ പ്രയോറിറ്റിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് അവരുടെ സാലറി, അതേപോലെ എന്താണ് വേജസ്, ഇതൊക്കെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അവരെന്താണ് പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, അവരുടെ ഓൺ ബെനിഫിറ്റ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതാണ് വില്യംസൺസ് മോഡലിൽ മെയിനായിട്ട് പറയുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ഹാസ് ബീൻ discussed in the context of two types. Mainly utility maximizationന്റെ ഒബ്ജക്റ്റീവ്, അതായത് രണ്ട് രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്, in case of firms owned and managed by the entrepreneur himself. Utility maximization implies that in choosing an output level, the entrepreneur owner consider not only the money profit which he will make, but also the sacrifice of leisure which he would have to make doing the necessary activity for producing that level of output. ഇതിൽ മെയിനായിട്ട് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ രണ്ട് കേസസ് അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷനാണ് പറയുന്നത്. ഫസ്റ്റ് സിറ്റുവേഷൻ എന്താണ്, ഫേം ഓൺഡ് ആൻഡ് മാനേജ് ബൈ ദ എൻ്റർപ്രണർ ഹിംസെൽഫ്. എൻ്റർപ്രണർ തന്നെ ഫേം എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നു. ഇത് ഞാൻ സിമ്പിളായിട്ട് പറയാം. ഇവിടെ രണ്ട് കൺസെപ്റ്റ് ഉണ്ട്, ലെഷ്യർ ടൈം അതേപോലെ തന്നെ മോണിറ്ററി പ്രോഫിറ്റ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ഇംപ്ലൈഡ് ദാറ്റ് in choosing an output level, entrepreneur owner consider not only the money profit which he will make, but also the sacrifice of leisure time ആണ് which he would have to make in doing the necessary activity of producing the level of output. ഈ മോണിറ്ററി പ്രോഫിറ്റും അതേപോലെ തന്നെ ലെഷ്യർ ടൈം തമ്മിലൊരു പ്രോപ്പർ ബാലൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ തന്നെ ഒരു ഒപ്റ്റിമൽ ബാലൻസ് ഉണ്ടായിരിക്കണം. അതാണ് ഈ കൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ അല്ലേ? മോണിറ്ററി പ്രോഫിറ്റും അതേപോലെ തന്നെ ലെഷ്യർ ടൈമും പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് അത് തമ്മിലൊരു ബാലൻസ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാണ്? ഓവറോൾ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
സെക്കൻഡ് കേസ് എന്താണ് പറയുന്നത്? ഇൻ കേസ് ഓഫ് ലാർജ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഓഫ് ദ മാനേജേഴ്സ് ഓർ എക്സിക്യൂട്ടീവ് ഓഫ് ദീസ് കമ്പനീസ് ഇൻക്ലൂഡ് not only the profit which they earn for the shareholders but also the promotion of sales, maintaining lavish officers seeking to have a large number of staff under their supervision, etc. In this case, the manager will maximize his utility by attaining best combination of profit and above mentioned other objectives. സെക്കൻഡ് സിറ്റുവേഷൻ മെയിൻലി ലാർജ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ദ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഓഫ് ദ മാനേജേഴ്സ് ഓഫ് ദ കമ്പനി ഇൻക്ലൂഡ് നോട്ട് ഓൺലി ദ പ്രോഫിറ്റ്. സോ നമ്മളിത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ മാനേജേഴ്സ് പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ മാത്രം അല്ല ഫോക്കസ് ചെയ്യുന്നത്. ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി ദ പ്രോഫിറ്റ് വിച്ച് ദേ ഏൺ ഫോർ ഷെയർ ഹോൾഡേഴ്സ് ബട്ട് ഓൾസോ എന്തിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്? സെയിൽസ് ഗ്രോത്തിലും സ്റ്റാഫ് സൂപ്പർവിഷൻ അതേപോലെ എന്താണ് സ്റ്റാറ്റസോ ഇതിലൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ ലാസ്റ്റ് പറയുന്ന ഒരു പോയിൻ്റാണ് Science and March suggest 4 possible functional goals in addition to profit goal, namely production goal, inventory goal, sales goal and market share goal. So ഇതിലെന്താ മെയിനായിട്ട് പറയുന്നത്? ബിയോണ്ട് പ്രോഫിറ്റ് ഗോൾ അല്ലാതെ ഡിഫറെൻറ്റ് ഗോൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രൊഡക്ഷൻ ഗോൾ, ഇൻവെൻറ്ററി, അതേപോലെ സെയിൽസ്, മാർക്കറ്റ് ഷെയർ ഗോൾ. സോ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇതാണ് എക്കണോമിക് ഒബ്ജക്റ്റീവിൽ പറയുന്നത്. അറിഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത് പറയുന്ന ഒബ്ജക്റ്റീവാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്. സിൻസ് ആൻ എൻ്റർപ്രൈസ് ലീവ്സ് ഇൻ എ സൊസൈറ്റി ഇറ്റ് കനോട്ട് ഗ്രോ അൺലെസ് ഇറ്റ് മീറ്റ് ദ നീഡ് ഓഫ് ദ സൊസൈറ്റി. ഒരു എൻ്റർപ്രൈസ് സൊസൈറ്റിയിലാണുള്ളത്. സോ സൊസൈറ്റിയുടെ നീഡൊക്കെ നമ്മൾ മീറ്റ് ചെയ്യണം. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ടു മെയിൻറ്റെയിൻ എ കണ്ടിന്യൂസ് ആൻഡ് സഫിഷ്യൻറ്റ് സപ്ലൈസ് ഓഫ് അൺഅഡൾട്രേറ്റഡ് ഗുഡ്സ് ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി. അൺഅഡൾട്രേറ്റഡ് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്യുവർ ഗുഡ്സ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റീനെ അഫക്റ്റ് ചെയ്യാത്ത ഗുഡ്സ് ഒക്കെ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്ത പോയിന്റ് എന്താണ്? ടു അവോയ്ഡ് ദ ആൻറ്റി സോഷ്യൽ പ്രാക്ടീസസ്. എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. സൊസൈറ്റിയിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം. To ensure that enterprise output does not cause any type of pollution. Firm output production നടത്തുമ്പോൾ അത് പൊല്യൂഷന് കാരണമാകരുത്. എയർ, വാട്ടർ, നോയ്സ്. An enterprise should consistently endeavor to contribute to the quality of life of its community in particular and the society in general. If it is fails to do so, it may not survive for long. ഒരു enterprise അല്ലെങ്കിൽ ഒരു ഫേം ക്വാളിറ്റി ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ ട്രൈ ചെയ്യണം. ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സർവൈവ് ചെയ്യാൻ അതിന് ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യേണ്ടി വരും. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അടുത്ത് പറയുന്ന ഒബ്ജക്റ്റീവാണ് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്. Human beings are the most precious resource of an organization. If they are ignored, it will be difficult for an enterprise to achieve of any of the objective. So humans are the most precious resources of an organization. Suppose നമ്മൾ ഹ്യൂമൻസിനെ വേണ്ടാന്ന് വെക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ എൻ എൻ്റർപ്രൈസ് ടു അച്ചീവ് എനി ഓഫ് ദ അതർ ഒബ്ജക്റ്റീവ്. ബാക്കിയുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ എന്താണ്? ഫാമിന് ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യേണ്ടി വരും. Therefore, the comprehensive development of its human resource or employee should be one of the major objective of an organization. ഹ്യൂമൻ ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് ഏറ്റവും മേജർ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ് ആർ ടു പ്രൊവൈഡ് ഫെയർ ഡീൽ ടു ദ എംപ്ലോയീസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽ. സോ ഇതിലെന്താ പറയുന്നത്? എംപ്ലോയീസിന് ഫെയർ ഡീലായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ടു ഡെവലപ്പ് ന്യൂ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ആൻഡ് പ്രൊവൈഡ് വർക്ക് ക്ലൈമറ്റ് ഇൻ വിച്ച് ദേ വിൽ ഗ്രോ ആസ് മെച്യൂർ ആൻഡ് പ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ്. എംപ്ലോയീസിന് സ്കിൽസ് അതേപോലെ എബിലിറ്റീസ്, ന്യൂ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള വർക്ക് ക്ലൈമറ്റ്, വർക്ക് എൻവയോൺമെൻറ്റും കൂടെ പ്രൊവൈഡ് ചെയ്യുക. ടു പ്രൊവൈഡ് ദി എംപ്ലോയീസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഇൻ മാറ്റേഴ്സ് അഫക്റ്റിംഗ് ദം. എംപ്ലോയീസിന് അവരെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ എന്ത് ചെയ്യുക? അവരെ അഫക്റ്റ് ചെയ്യുന്ന ഡിസിഷൻ മേക്കിങ്ങിൽ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ആ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. ടു മേക്ക് ജോബ് കണ്ടന്റ് ഇൻട്രസ്റ്റിംഗ്, അതേപോലെ എന്താണ് ചാലഞ്ചിങ് ആക്കുക. If the enterprise is conscious of its duties toward its employees, it will able to secure their loyalty and support. സോ ഇങ്ങനെ ചെയ്യുന്നത് വഴി എംപ്ലോയീസിൻ്റെ ലോയാലിറ്റി അതേപോലെ സപ്പോർട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സെക്യൂർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ലാസ്റ്റ് പറയുന്ന ഒബ്ജക്റ്റീവാണ് നാഷണൽ ഒബ്ജക്റ്റീവ്. ആൻ എൻ്റർപ്രൈസ് ഷുഡ് എൻഡവർ for fulfillment of national needs and aspirations and work towards the implementation of
നാഷണൽ പ്ലാൻസ് ആൻഡ് പോളിസീസ്. നാഷണൽ നീഡ്സിനെ ഫുൾഫിൽ ചെയ്യുക, നാഷണൽ പ്ലാൻസ് ആൻഡ് പോളിസീസ് എന്ത് ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിട്ട് നോക്കാം. റിമൂവ് ദ ഇൻഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് പ്രൊവൈഡ് ദ ഫെയർ ഓപ്പർച്യൂണിറ്റി ടു ഓൾ വർക്ക് ആൻഡ് ടു പ്രോഗ്രസ്. സോ ഇതിലെന്താ പറയുന്നത്, ഇൻഇക്വാളിറ്റി എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക, അതേപോലെ ഫെയർ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുക. പ്രൊഡ്യൂസ് അക്കോർഡിംഗ് ടു നാഷണൽ പ്രയോറിറ്റി. നാഷണൽ പ്രയോറിറ്റീസ് അനുസരിച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഹെൽപ്പ് ദ കൺട്രി ടു ബി സെൽഫ് റിലയൻ. അതായത് ബാക്കി കൺട്രീസിനോടുള്ള ഡിപ്പെൻഡൻസ് എന്ത് ചെയ്യുക, കുറയ്ക്കുക. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ട്രെയിൻ യങ് മെൻ ആസ് അപ്രന്റീസസ് ആൻഡ് ദസ് കോൺട്രിബ്യൂട്ട് ഇൻ സ്കിൽ ഫോർമേഷൻ ഫോർ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. യങ് ജനറേഷന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, അതുവഴി എന്താണ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് അത് ഹെൽപ്പ് ചെയ്യും. അതാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. സിൻസ് ഓൾ ദ എന്റർപ്രൈസസ് ഹാവ് മൾട്ടിപ്പിൾ ഗോൾസ് ദേ നീഡ് ടു സെറ്റ് പ്രയോറിറ്റീസ്. ഓരോ എന്റർപ്രൈസസിനും അല്ലെങ്കിൽ ഓരോ ഫേംസിനും മൾട്ടിപ്പിൾ ഗോൾസ് ഉണ്ടായിരിക്കും. ആ ഗോൾസിനെല്ലാം എന്താണ് ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. ദിസ് റിക്വയർസ് അപ്രോപ്രിയേറ്റ് ബാലൻസിങ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച്. ഇതുവരെ നമ്മൾ മെയിൻലി ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് നോക്കിയായിരുന്നു. ഈ ഒബ്ജക്റ്റീവ് എല്ലാം എന്ത് ചെയ്യുക, ഈ ഒബ്ജക്റ്റീവിന് പ്രോപ്പറായിട്ട് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. സോ അടുത്ത് പറയുന്ന ഒരു പോയിന്റ് ആണ്, various objectives of an enterprise may conflict with one another. For example, the profit maximization objective may not be wholly consistent with the marketing objective of increasing its market share, which may involve the improvement in quality, slashing down of product prices, improved customer service, etc. Similarly, its social responsibility objective may run into conflict with the introduction of technological changes which may cause unemployment or environmental pollution. In such a situation, the manager has to strike a balance between the two so that both can be achieved with a reasonable success. അപ്പോൾ ഇതിൽ എന്താ മെയിനായിട്ട് പറയുന്നത്, ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ നോക്കിയതായിരുന്നു, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് നമ്മളിപ്പോൾ നോക്കിയതായിരുന്നു. ഈ ഒബ്ജക്റ്റീവ്സ് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ്, ഒരു ഫേം അല്ലെങ്കിൽ എൻ്റർപ്രൈസ് അതിൻ്റെ ഫിനാൻഷ്യൽ ഗെയിൻ ഇൻക്രീസ് ചെയ്യുക, അതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവിൽ മെയിനായിട്ട് പറയുന്നത്. പക്ഷേ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ ഒബ്ജക്റ്റീവിൽ എന്താ മെയിനായിട്ട് പറയുന്നത്, മാർക്കറ്റ് ഷെയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ പ്രൈസ് റെഡ്യൂസ് ചെയ്യുക, അതേപോലെ എന്താണ് കസ്റ്റമർ സർവീസ് ഇംപ്രൂവ് ചെയ്യുക, അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ മെയിനായിട്ട് പറയുന്നത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒബ്ജക്റ്റീവിൽ എന്താണ് പറയുന്നത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒബ്ജക്റ്റീവിൽ മെയിനായിട്ട് ബെറ്റർ എൻവയോൺമെൻറ്റ് സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുക. ഈ ഒബ്ജക്റ്റീവ്സ് തമ്മിൽ എങ്ങനെയാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്, എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു പുതിയ ടെക്നോളജി എന്ത് ചെയ്തു, ഇംപ്ലിമെൻറ്റ് ചെയ്തു. സോ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ നമുക്കറിയാം അത് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം അവിടെ എന്താണ് പ്രോബ്ലം ആയിട്ട് വരുന്നത്, അൺഎംപ്ലോയ്മെൻറ്റ് വരാം, അല്ലെങ്കിൽ എന്താണ് പൊല്യൂഷൻ, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നു. ഇതാണ് ഈ കൺസെപ്റ്റാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഇൻ സച്ച് സിറ്റുവേഷൻ മാനേജേഴ്സ് ഹാസ് ടു സ്ട്രൈക്ക് എ ബാലൻസ് ബിറ്റ്വീൻ ദ ടു സോ ദാറ്റ് ബോത്ത് ക്യാൻ ബി അച്ചീവ് വിത്ത് എ റീസണബിൾ സക്സസ്. സോ ഇങ്ങനെ വന്ന സിറ്റുവേഷനിൽ മാനേജേഴ്സ് എന്ത് ചെയ്യണം, ഈ രണ്ട് ഒബ്ജക്റ്റീവ്സ് തമ്മിലൊരു പ്രോപ്പർ ബാലൻസ് ക്രിയേറ്റ് ചെയ്യണം. സോ ഇങ്ങനെ ഒരു പ്രോപ്പർ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി അവിടെ ഒരു സക്സസ് റേറ്റ് ഉണ്ടാകും. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലേക്കാണെന്ന് വിചാരിക്കുന്നു. മെയിൻലി ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് തമ്മിൽ ഡിഫറെൻറ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. ആ കോൺഫ്ലിക്റ്റിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി അതിന് കൊടുക്കണം. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അടുത്ത പോർഷൻ എൻ്റർപ്രൈസ് ആക്ഷൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതുവരെ പറഞ്ഞത് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.